ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റ പ്രൊഡക്റ്റ് ബ്രാൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ട്രേഡ് മാർക്കൊക്കെ ഉള്ളതാട്ടോ. അതിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചധികം പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ബ്രാൻഡ് സ്റ്റോർ ബിൽഡ് ചെയ്യുമ്പോഴാണ് കുറച്ചൊരു കാണാൻ ഭംഗി വേണം അതിന്. അപ്പോൾ അതിനൊരു 20-30 പ്രൊഡക്റ്റ് വേണ്ടി വരും. അതല്ല, നിങ്ങൾക്ക് ബ്രാൻഡൊന്നുമില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. നിലവിൽ ഉള്ള സ്റ്റോറിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്ത് ലിസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഒരു പ്രൊഡക്റ്റ് മതി. അതിൽ ക്വാണ്ടിറ്റി വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു 10-20 പ്രൊഡക്റ്റ് ഉണ്ട്. എല്ലാ പ്രൊഡക്റ്റുകളും 1, 2, 3 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് ആമസോണിൽ വെച്ചിട്ട് വിൽക്കുന്നതിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ സ്റ്റോറിനും അതിൻ്റേതായ ഒരു റാങ്കിങ് ഉണ്ട്. അതൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യും. അപ്പം ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റിയിൽ, ഒരുപാട് ക്വാണ്ടിറ്റി എന്നല്ല ഞാൻ പറഞ്ഞ്, ഒരു 30-40 ഒക്കെ ഇങ്ങനെ ഒരു ബേസിക് ക്വാണ്ടിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വാച്ച് ചെയ്യുക. അത് നല്ല മൂവിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല സെയിൽസൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പർച്ചേസ് ചെയ്തിട്ട് ആമസോണിൻ്റെ FBAയിലോട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡെലിവറി ചെയ്യാവുന്ന സംവിധാനത്തിലും ചെയ്യാം. ഇതാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്.